പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വോയിസ് ഓഫ് പ്രൈസ് 2020യുടെ എല്ലാ അംഗങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ അഡ്മിൻ പാനലുള്ള പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള നന്ദിയും വന്ദനവും ദൈവസ്നേഹത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. ഈ രാത്രി നിങ്ങളോട് കൂടെ കർത്താവിന്റെ വചനവുമായി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശമായി കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്ന കൃപകളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വോയിസ് ഓഫ് പ്രൈസ് 2020യുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തന്മാരായ ഏവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ അഭിഷിക്തൻ പാസ്റ്റർ DL ബോബസ്, പാസ്റ്റർ യേശുദാസ് ബെഞ്ചമിൻ, സാബു തോമസ് സാർ, കർത്താവിന്റെ അഭിഷിക്തരായിരിക്കുന്ന മോഡറേറ്റർ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന കർത്താവിൽ വാത്സല്യ മക്കൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഗ്രൂപ്പിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള വന്ദനം അറിയിക്കുന്നു. ശനിയാഴ്ച രാത്രി കർത്താവിന്റെ വചനത്തിൽ കൂടി വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള സന്ദേശമാണ് നൽകി തന്നുകൊണ്ട് ഇരിക്കുന്നത്. ചില പാട്ടുകൾ പാടി അനന്തരമായി കർത്താവിന്റെ വചനത്തിൽ കൂടി ചിന്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കർത്താവിന് വേണ്ടി പാടുമ്പോൾ ഞങ്ങൾ വലിയ പാട്ടുകാരൊന്നുമല്ല, സാധാരണ രീതിയിൽ പാടുന്ന മക്കളാണ്. നമ്മുടെ ഗ്രൂപ്പിൽ നല്ല ശക്തമായി പാടുന്ന ദൈവമക്കളുണ്ട്. പക്ഷേ പിതാവായ ദൈവം ഇന്ന് രാത്രി ഞങ്ങൾ പാടുന്ന പാട്ടുകളിൽ പ്രസാദിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങളും ഞങ്ങളോട് കൂടെ ചേർന്ന് പാടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചില പാട്ടുകൾ പാടി കർത്താവായ ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ ദൈവഭാഗെ ഏവരുമായിരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിന്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട്, കർത്താവിന്റെ പുകഴ്ചയെ വർണ്ണിച്ചുകൊണ്ട്, കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദൈവമക്കളായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടുവാൻ കഴിയട്ടെ. അത്യുന്നതനായ ദൈവം, വാനവും ഭൂമിയും ചമച്ചവനായ ദൈവം, മഹിമയിൻ പ്രഭുവായ ദൈവം, മഹത്വത്തിൽ യോഗ്യനായ ദൈവം, മാനവും പുകഴ്ചയും ആ യേശുവിന് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. സ്തുതിക്കുവാൻ യോഗ്യനായ ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. മഹിമയിൻ പ്രഭുവായ ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നമുക്കൊരുമിച്ച് ആ യേശുവിനെ ഒന്ന് പാടി ആരാധിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. വാനവും ഭൂമിയും ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ, അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ, മഹിമയിൽ പ്രഭുതാൻ, മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൽ പ്രഭുതാൻ, മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും
യേശുനാഥ നീ എന്നാശ്രയം യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എന്നാശ്രയം യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ സ്തുത്യൻ തൻ നാമത്തിൻ കരവിരുത് മഹിമയിൻ പ്രഭുത മഹത്വത്തിൻ രാജൻ മാനവും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ അവൻ യേശു അവൻ മാത്രം ദൈവം അവനെ പോലൊരാൾ വേറെയില്ല സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ സ്തുത്യൻ നാഥന്റെ കരവിരുത് സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ സ്തുത്യൻ നാഥന്റെ കരവിരുത് മഹിമയിൻ പ്രഭു താൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ മഹിമയിൻ പ്രഭു താൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എന്നാശ്രയം യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എന്നാശ്രയം യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ കീർത്തിക്കും ഞാൻ എൻ യേശുപര കർത്തനു തുല്യമായി ആരുമില്ല മഹിമയൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ ഒരുവൻ മാത്രം അവൻ യേശു അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ അവനൊപ്പം പറയാൻ ഒരാളില്ല അവനെപ്പോൾ ആരാധ്യൻ ആരുമില്ല കീർത്തിക്കും ഞാൻ എൻ യേശുപര കർത്തനു തുല്യനാ ആരുമില്ല കീർത്തിക്കും ഞാൻ എൻ യേശുപര കർത്തനു തുല്യനാ ആരുമില്ല മഹിമയിൻ പ്രഭു താൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ മഹിമയിൻ പ്രഭു താൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എന്നാശ്രയം യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ
എന്റെ കോട്ടയും നീ മാത്രമേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം പാട്ടോടും വചനത്തോടും ദൈവത്തിന്റെ സന്നിധിയിൽ അല്പസമയം ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക ദൈവമക്കളെ ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാലലൂയ. എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഹാലലൂയ, സ്തോത്രം. ഇന്ന് വോയിസ് പ്രൈസിലൂടെ കമന്റ് ചെയ്യുന്നത് പാസ്റ്റർ ബോവസ് DL അവറുകളാണ്. പ്രത്യേകമായ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഷാലോം ചർച്ചിന്റെ നന്ദിയെ ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ആശിഷ് ജെ ലൂക്കോസ് ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഷിജിത സിസ്റ്റർ, താങ്ക് യു. ആശിഷ് ബോവസ് DL, താങ്ക് യു പാസ്റ്റർ. അതുപോലെ വർഗീസ് ജോസഫ് ബ്രദർ ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ജോൺ ഡാനിയൽ, സാബു ജോർജ്, അങ്ങനെ അനേകം ദൈവമക്കള് ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല നല്ല കമന്റുകൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല കമന്റുകൾ തന്ന് ഞങ്ങളെ എൻകറേജ് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കായും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സ്കറിയാച്ച ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. നന്ദി അറിയിക്കുകയാണ്. ഹാലലൂയ. അതുപോലെ യേശുദാസ് പാസ്റ്റർ ബീഹാറിൽ നിന്ന് ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. പ്രത്യേക ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഹാലലൂയ. വോയിസ് പ്രൈസിലൂടെ വാച്ച് ചെയ്യുന്ന പ്രിയ ദേവദാസിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. പ്രിൻസ് തോമസ് ബ്രദറിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആ ബ്രദറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. കർത്താവിന് വേണ്ടി നാം എത്ര പാടിയാലും അത് മതിവരച്ചില്ല. നമുക്കറിയാം, വലിയ പാട്ടുകാർ ഈ ലോകത്തിൽ ഒത്തിരി പേരുണ്ട്. പാടുവാൻ കരുത്തുറ്റവർ അനേകരുണ്ട്. അനേകർക്ക് തങ്ങൾക്ക് ലഭിച്ച താലന്തുകൾ കുഴിച്ചു മൂടി വെക്കുമ്പോൾ അനേകർക്ക് ലഭിച്ച കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ സാഹചര്യമുണ്ടായിട്ടും ആ സാഹചര്യം നഷ്ടമാക്കി കളയുമ്പോൾ പാടുവാൻ അറിയത്തില്ല എങ്കിൽ പോലും ലഭ്യമായ കഴിവനുസരിച്ച് കർത്താവിനോട് പാടുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. സ്വന്തം മക്കൾ സംസാരിക്കുമ്പോൾ അല്പസ്വല്പം വിക്കുവന്നാലും ശബ്ദവ്യത്യാസമെന്നാലും മാതാപിതാക്കൾക്ക് അത് ഏറ്റവും സ്നേഹവും സന്തോഷവുമാണ്. അതുപോലെ നാം കർത്താവിന്റെ മക്കളാ. നാം പാടുമ്പോൾ ദൈവമായി കർത്താവിന് അത് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് പാടുവാൻ അറിയത്തില്ല എങ്കിൽ പോലും ലഭിക്കുന്ന സമയം കർത്താവിന് വേണ്ടി നമുക്കറിയാവുന്ന വിധത്തിൽ പാടുവാൻ കഴിയട്ടെ. ചങ്കിലെ ചോര തന്ന് നമ്മെ വീണ്ടെടുത്ത ഒരു കർത്താവ്, ചങ്കിലെ ചോര തന്ന് നമ്മെ സൂക്ഷിക്കുന്ന കർത്താവ്, കോഴിത്തന്റെ കുഞ്ഞിനെ ചിറകിന്റെ അടിയിൽ മറയ്ക്കുന്നത് പോലെ, കഴുകത്തിന്റെ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കുന്നത് പോലെ എണ്ണിയാൽ തീരാത്ത നന്മകൾ കൊണ്ട് നമ്മെ മറയ്ക്കുന്ന ആ ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അറിയാവുന്നവർ ചേർന്ന് നിങ്ങളുടെ കൂടെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്താവനെ വീണ്ടെടുപ്പുകാര. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപ
അത് കൃപയേ കൃപയേ വർണ്ണിപ്പാന സാധ്യമേ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി ശക്തിയാലല്ല കഴിയുന്ന ദൈവത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് ശക്തിയാലല്ല കഴിയുന്ന ദൈവത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിത്യവും ദയയാ. പ്രൈസ് ദി ലോർഡ്. അനേക ദൈവമക്കൾ ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ ഓൾ. ഹല്ലേലൂയ. ലീഫ രാജേന്ദ്രൻ സൂപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നു. താങ്ക് യു ലീഫ. പ്രിൻസ് തോമസ് ബ്ലെസ്സിംഗ് സോങ് എന്ന് പറഞ്ഞിരിക്കുന്നു. താങ്ക് യു. പാസ്റ്റർ ബോവസ് DL, ഷിജിത സിസ്റ്റർ, സെലിൻ യേശുദാസ് സിസ്റ്റർ, സ്കറിയ TP, അങ്ങനെ അനേക ദൈവമക്കൾ ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്ക് യു ഫോർ എവരിബഡി. ബീഹാറിൽ നിന്നും സെലിൻ യേശുദാസ് സിസ്റ്റർ ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു സിസ്റ്റർ. ഷിജിത സിസ്റ്റർ വാച്ച് ചെയ്യുന്നു. യേശുദാസ് പാസ്റ്റർ ഞങ്ങളെ വാച്ച് ചെയ്യുന്നു. താങ്ക് യു പാസ്റ്റർ. അങ്ങനെ ഞങ്ങളെ വാച്ച് ചെയ്യുന്നതും നല്ല നല്ല കമന്റുകൾ എഴുതുന്ന എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് ഞങ്ങളിപ്പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പാടുവാനും നമുക്ക് കീർത്തിക്കുവാനും ഒരു നാമമുണ്ടെങ്കിൽ അവിടെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള നാമമാണ്. എത്ര പാടിയാലും മതിവരാച്ച, എത്ര സ്തുതിച്ചാലും മതിവരാച്ച ഒരു നാമമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുവിനെ കുറിച്ചുള്ള നാമമാണ്. നാം ഒരുമിച്ച് കർത്താവിൽ പാടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുന്ന അനുഭവങ്ങൾ കാണുവാൻ കഴിയും. നമുക്ക് കീർത്തിക്കുവാൻ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. ആ നാമത്തിന് പ്രത്യേകതയുണ്ട്. അത് വിശുദ്ധിയുടെ നാമമാണ്. സകല നാമത്തിനും മേലായ നാമമാണ്. അവന്റെ നാമത്തിങ്കൽ എല്ലാ മുഴങ്കാലും മടങ്ങും. ആ തിരുനാമ കീർത്തനം നമുക്കൊന്ന് പാടാം. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ.
പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുലരിയിൽ പൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. ആകാശത്തു വിരിയുന്ന താരക മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. ആകാശത്തു വിരിയുന്ന താരക മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. Praise the Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വോയിസ് പ്രൈസിലൂടെ ഇന്ന് കമന്റ് ചെയ്യുന്ന പാസ്റ്റർ ബോവസ് DL അവർകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല നല്ല കമന്റുകൾ തന്ന് ഞങ്ങളെ എൻകറേജ് ചെയ്യുന്ന ദൈവദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ സ്കറിയ TP ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ആ ബ്രദറിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജാസ്മിൻ ബോസ് ഞങ്ങളെ വാച്ച് ചെയ്യുന്നു. സിസ്റ്ററെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ലീഫ രാജേന്ദ്രൻ ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പാട്ടുകളൊക്കെയും ഞങ്ങളുടെ രാജേന്ദ്ര കേൾക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. പ്രിയ ദേവദാസന് ദൈവം പൂർണ്ണമായ വിടുതലും സൗഖ്യവും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ സിംഗ് എന്ന് പറഞ്ഞ ബ്രദർ ഞങ്ങളെ വാച്ച് ചെയ്യുന്നു. ആ ബ്രദറിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിൻസ് തോമസിനായി സ്തോത്രം. അതുപോലെ പാസ്റ്റർ മനോജ് മണിവിള ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ആ പ്രിയ ദേവദാസനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വോയിസ് പ്രൈസിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ ചേർന്ന് ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളോട് കൂടി ഈ ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താവുന്നതാണ്.
അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ വസിക്കുന്ന ഒരു ദൈവക്കുഞ്ഞിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. സങ്കീർത്തനം 91 ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനങ്ങൾ വായിക്കുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും എന്നെ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. വാത്സല്യമുള്ളവരെ, ആ സങ്കീർത്തനം വായിക്കുമ്പോൾ മുഴുവൻ കാണാൻ കഴിയും. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല. ആ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ ചിന്തയിരിക്കുന്നത്, ഈ സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ ഒരു ബാധയും വരത്തില്ല, ഒരു അനർത്ഥവും വീടിന് ഉണ്ടാകത്തില്ല എന്നാണെങ്കിൽ തെറ്റിപ്പോയി. അതിന്റെ ആരംഭവാക്യം ഇങ്ങനെ വായിക്കുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവന്. അതിന്റെ അർത്ഥം എന്താ? മറവ് എന്ന് പറഞ്ഞാൽ നിഴൽ. ഒരു മനുഷ്യന് നിഴലുണ്ട്. ആ നിഴൽ വ്യത്യസ്തമായ സമയത്ത് വ്യത്യസ്ത രൂപത്തില. ചിലപ്പോൾ ചെറിയ നിഴലായിരിക്കും, ചിലപ്പോൾ തന്നെക്കാൾ വലിയ നിഴലായിരിക്കും. നിഴലിന് വലിപ്പം കൂടും കുറയും. ആ കൂടുമ്പോഴും കുറയുമ്പോഴും അത്യുന്നതന്റെ നിഴലിൻ കീഴിൽ പാർക്കണമെങ്കിൽ എങ്ങനെ കഴിയും? അത്യുന്നതനായവനോട് ചേർന്നിരിക്കണം. നിഴലിന് പുറത്ത് നാം പോകരുത്, ആ നിഴലിനകത്ത് വസിക്കണം. അതിന് 2-3 ആശയമുണ്ട്. ഒന്ന്, ആ നിഴലിന്റെ ഉടമയോട് ചേർന്നിരിക്കുക, താൻ പോകുമ്പോൾ ചേർന്ന് പോകുക, തന്നോട് കൂടെ മുട്ടി ഉരുമിയിരിക്കുക. ആ നിഴലിന് പുറത്താകരുത്, അതിനകത്ത് വസിക്കണം. അങ്ങനെയുള്ളവർക്ക് ഒരു ബാധകമേശത്തില്ല, ഒരനർത്ഥവും വരികയില്ല. തലമുറയോളം അനുഗ്രഹം പ്രാപിക്കും. തന്റെ ദൂതന്മാരെ കൊണ്ടവൻ കാവൽ ചെയ്യിക്കുന്നവൻ. ഇന്ന് രാത്രി ആ അത്യുന്നതന്റെ മറവിലാണോ നവസിക്കുന്നത്? അത്യുന്നതന്റെ ചിറകി കീഴാണോ നാം പാർക്കുന്നത്? എങ്കിൽ കുഞ്ഞേ, നീ ഭയപ്പെടേണ്ട, ഒരു ബാധയും നിന്നെ കൂടാരത്തിനെടുക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നമുക്ക് ചേർന്ന് പാടുവാൻ കഴിയട്ടെ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. ആപത്തുകൾ, രോഗങ്ങൾ, നഷ്ടങ്ങൾ എന്നെ ജയിക്കയില്ല, കാരണം എന്റെ യേശു എന്നോട് കൂടെയുണ്ട്. നമുക്ക് ചേർന്ന് പാടാം. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. ആപത്തുകൾ, രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. ഞാനും കുടുംബവുമോ യേശു
യേശുവെ ആരാധിക്കും, തൻ വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. ഞാനും എൻ കുടുംബവുമോ യേശുവെ ആരാധിക്കും, തൻ വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. Praise the Lord. യാത്രകളിൽ തൻ കാവലുണ്ട്, ആളും സഹായവും കരുതിയിട്ടുണ്ട്. യാത്രകളിൽ തൻ കാവലുണ്ട്, ആളും സഹായവും കരുതിയിട്ടുണ്ട്. ആയുസ്സും ആരോഗ്യവും എൻ ദൈവം എനിക്കു തരും, ആയുസ്സും ആരോഗ്യവും എൻ ദൈവം എനിക്കു തരും. ദൂതന്മാർ മുന്നമേ പോകുന്നു, കാര്യം നടത്തി തരുന്നു. എപ്പോഴും ദൈവം എന്റെ കൂടെയുണ്ട്, ഇതിൽ പരം ഭാഗ്യമുണ്ടോ? ദൂതന്മാർ മുന്നമേ പോകുന്നു, കാര്യം നടത്തി തരുന്നു. എപ്പോഴും ദൈവം എന്റെ കൂടെയുണ്ട്, ഇതിൽ പരം ഭാഗ്യമുണ്ടോ? അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. Praise the Lord. ആ അത്യുന്നതന്റെ മറവിൽ നമ്മൾ വസിച്ചാൽ, ആ സർവശക്തന്റെ നിഴൽ കീഴിൽ നമ്മൾ പാർത്താൽ, നമ്മൾ ഒന്നിനാലും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവ് നമ്മളെ കരുതുന്ന ദൈവമായിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഞങ്ങളെ വീക്ഷിക്കുന്ന ഓരോ മക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സജിത നങ്കൽ സിസ്റ്റർ താങ്ക് യു സിസ്റ്റർ. സെലിൻ യേശുദാസ് സിസ്റ്റർ ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നന്ദി അർപ്പിക്കുന്നു. സജിനി ലീന സിസ്റ്റർ ദൈവം അനുഗ്രഹിക്കട്ടെ. ലീഫ രാജേന്ദ്രൻ ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നല്ല നല്ല കമന്റുകൾ ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ഫോർ എവരിബഡി. ഇപ്പോൾ ഞങ്ങൾ ചേർന്ന് വീണ്ടും ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ വന്ന് കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. ഈ പാട്ട് നമ്മൾക്ക് ചേർന്ന് ആയിരിക്കുന്ന സ്ഥാനങ്ങൾ നിങ്ങൾ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. Praise the Lord. Hallelujah. നമ്മുടെ കർത്താവിനെ പോലെ വലിയ ദൈവം മറ്റെങ്ങും കാണുവാൻ കഴിയത്തില്ല. നമ്മുടെ യേശു സർവ നാമത്തിനും മേലായ നാമത്തിന്റെ ഉടമയായവൻ. യഹോവയ്ക്ക് പാടി സ്തുതിക്കുവാൻ നാം വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. ഈ ഭൂമിയിൽ പാർക്കുവാൻ അവകാശം ലഭിച്ചിരിക്കും. നമുക്ക് പറയുവാൻ കഴിയും, ഞാൻ നിന്നതല്ല കർത്താവിനെ നിർത്തിയതാ, ഞാൻ വന്നതല്ല കർത്താവിനെ കൊണ്ടുവന്നതാണ്. സ്നേഹിത, ഇന്ന് രാത്രി ഞാനും നീയുമായിരിക്കുന്നത് നമ്മുടെ മിടുക്ക് കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ആ യഹോവയെ എത്ര സ്തുതിച്ചാൽ മതിയാകും. ഹല്ലേലൂയ. അവൻ നല്ലവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഓ, ഗിവ് താങ്ക്സ് unto the Lord for he is good. നമ്മുടെ യേശു നല്ലവൻ, നമ്മുടെ ദൈവം നല്ലവൻ. അവന്റെ പോലെ ആരാധ്യനായവൻ ആരുമില്ല. അവൻ വിശ്വസ്തൻ, അവൻ വിടുവിക്കുന്നവൻ,
അവൻ നല്ല ആടുകൾക്കിടയനായവൻ. അവന് സ്തുതിച്ചാൽ എത്ര സ്തുതിച്ചാൽ മതി വരും. ഇനി യേശു എവിടെ വസിക്കുന്നു? സ്തുതികളിന്മേൽ വസിക്കുന്നവൻ. എങ്കിൽ നമുക്ക് ആ ദൈവത്തെ സ്തുതിക്കാം. പ്രവാസികളായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ ദൈവത്തെ ഒന്ന് പാടി സ്തുതിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ. സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവീൻ. അവൻ നമ്മെ മെനഞ്ഞു. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ. അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ. അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതി എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ. അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ. അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ. സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ. സംഗീതത്തോടെ സ്തുതി പാടുവിൻ.
അവൻ നല്ലവനല്ലോ ദൈവമെന്നുമുള്ളത്, അവൻ വല്ലവനല്ലോ സ്തുതി എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദൈവമെന്നുമുള്ളത്, അവൻ വല്ലവനല്ലോ സ്തുതി എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. Praise the Lord. ആ നല്ലവനായ ദൈവത്തെ നമുക്ക് ഓരോരുത്തർക്കും സ്തുതിക്കാം. കാരണം നമ്മുടെ ദൈവം നല്ലവനാണ്, ആ ദൈവം വിശ്വസ്തനാണ്, ആ ദൈവം വാക്കുമാറാത്തവനാണ്. ആ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വോയിസ് പ്രൈസിലൂടെ ഞങ്ങൾക്ക് നല്ല കമന്റുകൾ ചെയ്യുന്ന പ്രിയ ദേവദാസനായ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ ബോസ് DL അവറുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദേവദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സജിത നങ്കൽ സിസ്റ്റർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ യേശുദാസ് പ്രിയ ദേവദാസനായ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല നല്ല കമന്റുകൾ തന്ന് ദേവദാസൻ ഞങ്ങളെ എൻകറേജ് ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ബോസ് DL അവറുകൾ ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. പ്രിയ ദേവദാസനായ ദൈവത്തെ സ്തുതിക്കുന്നു. ലീഫ രാജേന്ദ്രൻ, വർഗീസ് ജോസഫ് ബ്രദർ, ജാസ്മിൻ ബോസ് സിസ്റ്റർ, അങ്ങനെ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫോർ ഓൾ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ വോയിസ് ഓഫ് പ്രൈസ് 2020 എല്ലാ അംഗങ്ങൾക്കും പ്രേക്ഷകർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് വോയിസ് ഓഫ് പ്രൈസ് 2020. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുപറ്റം ദൈവദാസന്മാരും ദാസിമാരും സഹോദരി സഹോദരന്മാരും ചേർന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ആരംഭം കുറിച്ച ഒരു അനുഗ്രഹീത ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് വോയിസ് ഓഫ് പ്രൈസ് 2020. ഈ ഗ്രൂപ്പിൽ കൂടി എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതലോ 7:30 മുതലോ ഞങ്ങൾ പ്രോഗ്രാമുകൾ തുടങ്ങുന്നു. തീർച്ചയായും ഇത് വീക്ഷിക്കുന്ന ഏവർക്കും ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഈ നാളുകളിൽ പൊതു മീറ്റിംഗുകൾ നടത്തുവാനോ മറ്റൊന്നുമോ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിനെ കേൾക്കുവാനും പാട്ടുകൾ കേൾക്കുവാനും പാടുവാനും ഒക്കെ നമുക്ക് സാഹചര്യം ലഭിക്കുന്നത് ഇപ്രകാരമുള്ള മീഡിയാസിൽ കൂടിയാണ്. ഈ സന്ദർഭം ദൈവം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഞാനും എന്റെ ഭാര്യ ജിസ ജെയിംസും കർത്താവിന് കൂട്ടായി തന്നിരിക്കുന്ന കർത്താവിൽ സഭയുടെ കൊയർ ലീഡറായിരിക്കുന്ന ജെയിംസ് രാജ്. ഞങ്ങളുടെ സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ഗായകരുണ്ട്, അനേക ദൈവമക്കളുണ്ട്. എന്നാൽ ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ 3 പേരും കൂടി ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂടെ അനേകരുണ്ട്. ഞങ്ങളുടെ രാജൻ ബ്രദർ രോഗത്താൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലായിരുന്നു, വീട്ടിൽ ഇപ്പോൾ ഉണ്ട്. വീട്ടഥവാ തന്റെ സഹോദരന്റെ വീട്ടിൽ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് രാജൻ ബ്രദറിന്റെ സഹോദരന്റെ കുടുംബം, സിസ്റ്റർ ബിന്ദു. അതുപോലെ തന്നെ ആ കുടുംബത്തിലെ മറ്റുള്ളവരെല്ലാം ഓർത്ത് എനിക്ക് സന്തോഷമുണ്ട്. പ്രിയ ലീഫ, കുഞ്ഞുങ്ങൾ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാജൻ ബ്രദറിനെ ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി തന്റെ ദാസനും ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നാം ഒരുമിച്ച് കർത്താവിനെ പാടി ഒന്ന് സ്തുതിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുകയാണ്. എന്നുമേഘേ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാൻ ആശയേറുന്നേ, നിന്നെ കാണാൻ ആശയേറുന്നേ. നമുക്ക് എത്രമാത്രം പാടിയാലും മതിവരാത്ത ഒരു സംഗീതം. ലോകവെയിൽ ഏറ്റതാം വാടി തളർന്നീടിലും തന്റെ കാന്തയത്ര സുന്ദരി, കേദാര്യ കൂടാരങ്ങളെ സോളമൻ തിരശീലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. ഓ, ആ പ്രാണപ്രിയെ വർണ്ണിക്കുന്ന വർണ്ണന. ശാരോനിലെ പനിനീർപ്പൂ, താഴ്വരയിലെ താമര, മുള്ളുകൾക്കിടയിൽ
വസിക്കും കാന്തയോ കൊടികളേന്തിയ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ എന്റെ പ്രിയൻ എന്നുമേക്കേ വന്നിടുമോ? ആ പ്രാണപ്രിയന്റെ വരവിനെ കാത്തിരിക്കുന്ന വിശുദ്ധരെ, നമുക്കവനെ കാണുവാൻ ആഗ്രഹത്തോടിരിക്കുമ്പോൾ ഈ പാട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മോട് കൂടിയിരുന്ന് നന്മയാൽ നിറച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. എന്നുമേഹി വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർഗവാസമോർക്കുമ്പോ പ്രിയൻ ചാരെ എത്തുമ്പോ ആനന്ദം പരമാനന്ദം പ്രഭു. എന്നുമേഹി വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർഗവാസമോർക്കുമ്പോ പ്രിയൻ ചാരെ എത്തുമ്പോ ആനന്ദം പരമാനന്ദം പ്രഭു. ലോകവെയിൽ ഏറ്റതാ മാടി തളർന്നീടിലും തന്റെ കാന്ത എത്ര സുന്ദരി. കേദര കൂടാരങ്ങളെ സോളമന്ദിരശീലകളെ വെല്ലുന്നതാ ശോഭയുള്ളവൾ. ലോകവെയിലേറ്റതാ വാടി തളർന്നീടിലും തന്റെ കാന്ത എത്ര സുന്ദരി. കേദര കൂടാരങ്ങളെ സോളമന്ദിരശീലകളെ വെല്ലുന്നതാ ശോഭയുള്ളവൾ. എന്നുമേഹി വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർഗവാസമോർക്കുമ്പോ പ്രിയൻ ചാരെ എത്തുമ്പോ ആനന്ദം പരമാനന്ദം പ്രഭു. എന്നുമേഹി വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർഗവാസമോർക്കുമ്പോ പ്രിയൻ ചാരെ എത്തുമ്പോ ആനന്ദം പരമാനന്ദം പ്രഭു. ചാരുനിലെ പനിനിപ്പൂ താഴ്വരയിലെ താമര, മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കൊടികളേന്തിയ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാൻ കാന്തയെ ചേർപ്പാൻ. ചാരുനിലെ പനിനിപ്പൂ താഴ്വരയിലെ താമര, മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കൊടികളേന്തിയ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. എന്നുമേഹി വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർഗവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. എന്നുമേഹി വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. കണ്ണീരില്ല നാടതി, ശോകമില്ല വീടതി, ഇന്നു വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണാനാത്തിയായി കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, ഇന്നു വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണാനാത്തിയായി കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. എന്നുമേഹി വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. എന്നുമേഹി വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാൻ ആശയേറുന്നേ.
സ്വർഗവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരി എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. യോഗതയിലേറ്റതാൻ നീടിലും തന്നെ കാന്ത എത്ര സുന്ദരി. കേദര കൂടാരങ്ങളെ സോളമന്ദിര ശീലകളെ വെല്ലുന്നതാ ശോഭയുള്ളവൾ. ലോകവയിലേറ്റതാൻ വാടി തളർന്നീടിലും തന്നെ കാന്ത എത്ര സുന്ദരി. കേദര കൂടാരങ്ങളെ സോളമന്ദിര ശീലകളെ വെല്ലുന്നതാ ശോഭയുള്ളവൾ. എന്നുമേഹി വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയ ചാരി എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. എന്നുമേഹി വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയ ചാരി എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. ശരണിലെ പനിപ്പൂ താഴ്വരയിലെ താമര മുഴുവനിടയിൽ വസിക്കും കാന്തയോ. കൊടികളിൽ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയിൽ ചേർപ്പാൻ. ശരണിലെ പനിപ്പൂ താഴ്വരയിലെ താമര മുഴുവനിടയിൽ വസിക്കും കാന്തയോ. കൊടികളിൽ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയിൽ ചേർപ്പാൻ. എന്നുമേഹി വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയ ചാരി എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. എന്നുമേഹി വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർഗവാസം ഓർക്കുമ്പോൾ ചാരി എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. ആനന്ദം പരമാനന്ദം പ്രഭു. യോഗപൂർണ്ണം ഏറ്റതാൻ വാടി തളർന്നീടിലും തന്നെ കാണ എത്ര സുന്ദരി. കേദര കൂടാരങ്ങളെ സോളമന്ദിര ശീലകളെ വെല്ലുന്നതാ ശോഭയുള്ളവൾ. ലോകവയിലേറ്റതാൻ വാടി തളർന്നീടിലും തന്നെ കാണ എത്ര സുന്ദരി. കേദര കൂടാരങ്ങളെ സോളമന്ദിര ശീലകളെ വെല്ലുന്നതാ ശോഭയുള്ളവൾ. ശരണിലെ പനിപ്പൂ താഴ്വരയിലെ താമര മുഴുവനിടയിൽ വസിക്കും കാന്തയോ. കൊടികളിൽ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയിൽ ചേർപ്പാൻ. ശരണിലെ പനിപ്പൂ താഴ്വരയിലെ താമര മുഴുവനിടയിൽ വസിക്കും കാന്തയോ. കൊടികളിൽ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയിൽ ചേർപ്പാൻ. വീരണാനദി ശോധമില്ല വീരതി എന്ന് വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണാനാത്തിയായി കാത്തിടുന്ന കാന്തയെ ു താമസം. കണ്ണീരില്ല നാടതിൽ ശോകമില്ല വീടതിൽ വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണാനാത്തിയാ കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. എന്നുമേഹി വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയ ചാരി എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. എന്നുമേഹി വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്നേ.
சொல்லுட வாசம் ஓக்கும்போல் பிரியஞ்சாறு எத்தும்போல் ஆனந்தம் பரமானந்தம் பிரபு சொல்லுட வாசம் ஓக்கும்போல் பிரியஞ்சாறு எத்தும்போல் ஆனந்தம் பரமானந்தம் பிரபு சொல்லுட வாசம் ஓக்கும்போல் பிரியஞ்சாறு எத்தும்போல் ஆனந்தம் பரமானந்தம் பிரபு சொல்லுட வாசம் ஓக்கும்போல் பிரியஞ்சாறு எத்தும்போல் ஆனந்த பரமானந்தம் பிரபு Praise the Lord. Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ നിസ്തുല്യ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവിന്റെ മുൻപാകെ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവായ ദൈവം അനുവദിച്ച ദൈവകൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കുവാനും നമ്മെ മാനിക്കുവാനും കഴിയട്ടെ എന്ന് ഹൃദയാംഗമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ പാടി ആരാധിക്കുവാൻ ഇന്ന് രാത്രി കർത്താവായ ദൈവം അവസരം ഒരുക്കി. ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായി ദൈവമക്കളുടെ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ലഭിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായി പദവിയായി ഞങ്ങൾ കാണുന്നു. തീർച്ചയായും ഇന്ന് രാത്രി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മെ ശക്തീകരിക്കട്ടെ. കൂടുതൽ സമയം ദൈവദിന ശുശ്രൂഷയ്ക്കായി എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ശ്രദ്ധിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന സിംഗ് എന്റെ ഒരു സ്നേഹിതനാണ്, ഞങ്ങളുടെ ജെയിംസിന്റെ സ്നേഹിതനാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയൊന്നുമല്ല, ഒരു സിംഗ് ആണ്, അഥവാ സിഖ് മാതാവും പിതാവും മലയാളിയായ മാതാവുമുള്ള അവർക്ക് ജനിച്ച ഒരു പൈതലാണ്. തീർച്ചയായും ആ സിംഗ് ഞങ്ങളോട് കൂടെ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ അഡ്മിന്മാരായ ഫൗണ്ടർ അഡ്മിന്മാരായ കർത്താവിന്റെ ദാസന്മാർ, പാസ്റ്റർ ബോബസ് DL തന്റെ കുടുംബം, പാസ്റ്റർ യേശുദാസ് ബെഞ്ചമിൻ തന്റെ കുടുംബം, അതുപോലെ സാബു സാർ കുടുംബം, മറ്റുള്ള സഹോദരി സഹോദരങ്ങൾ, ഷാർദിയിലെ പ്രിയപ്പെട്ട ലവ്ലി സിസ്റ്റർ കൂട്ടുകാർ, സ്റ്റീഫൻ രാജൻ, അതുപോലെ അനേക ദൈവമക്കൾ, പഞ്ചാബിലുള്ള സജിത സിസ്റ്റർ, ജയന്തി സഹോദരി, ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജ് ബ്രദർ, അങ്ങനെ ഒത്തിരി അഡ്മിന്മാരും മോഡറേറ്റർമാരുമുള്ള ഒരു അനുഗ്രഹിക്കുന്ന ഗ്രൂപ്പാണ് വോയിസ് ഓഫ് പ്രൈസ് 2020. ഞങ്ങളുടെ വാത്സല്യ ലീഫ, ഞങ്ങളെല്ലാം ചേർന്ന് പ്രാർത്ഥനയോട് തുടങ്ങിയ ഈ ഗ്രൂപ്പിൽ കർത്താവിന് വേണ്ടി പാടുവാൻ ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ അവസരമൊരുക്കി. ഇനി അല്പസമയം കർത്താവിന്റെ വചനം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവഭാഗെ നമുക്ക് ആയിരിക്കാം. കഴിഞ്ഞ ശനിയാഴ്ച നിങ്ങളോട് കൂടെ ചിന്തിക്കുവാൻ കഴിഞ്ഞത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, അതിനകത്തുള്ള 7 ദൈവിക പ്രവൃത്തിയുടെ അവസ്ഥ, യേശുക്രിസ്തുവിന്റെ 7 ഗുണങ്ങൾ. ഞാനത് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ഓടിച്ച ഒരു വാക്കിൽ അത് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ വായിക്കുന്നത് അവന്റെ തലയും തലമുടിയും ഹിമത്തോളം വെണ്മയുള്ളത്. യേശുവിനെ കുറിച്ചുള്ള വർണ്ണനയ. അതിന്റെ വിശാലത പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതാണ്. രണ്ടാമത് പറയുന്നവന്റെ കണ്ണുകൾ അഗ്നി ജ്വാലയ്ക്കൊത്തത്. ഇനി യേശുവിന്റെ കണ്ണുകളിൽ അഗ്നി ജ്വാലയ്ക്കൊത്തത്, അവന്റെ കണ്ണുകൾക്ക് മറമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ കണ്ണുകൾ നിറഞ്ഞ സന്ദർഭങ്ങൾ മുഴുവൻ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അവൻ മനസ്സിലുള്ളവനാ. പുരുഷാരത്തേക്കിടെ മനസ്സൊളിഞ്ഞ് 5 പവൻ 2 മീൻ എടുത്ത് പോഷിപ്പിച്ചു കൊടുത്ത ദൈവം. ഹല്ലേലൂയ. അതുപോലെ തന്നെ നയീനിലെ വിധവയുടെ ജീവിതത്തിന്റെ വേദന കണ്ടുകൊണ്ട് മനസ്സൊളിഞ്ഞ ദൈവം, അവളുടെ ജീവിതത്തിൽ നഷ്ടമായതിനെ മടക്കിക്കൊടുത്ത് മാനിച്ച മനസ്സലിവുള്ള ദൈവം.
ലാസറിന്റെ കല്ലറക്കൽ വിലപിച്ചുകൊണ്ടിരുന്ന മാർത്തയെയും മറിയയെയും കൂടിയുള്ളവരെ കണ്ടുകൊണ്ട് മനസ്സൊലിഞ്ഞവൻ, അവർ കരയുന്ന കണ്ട് കണ്ണുനീർ തൂകിയവൻ, മനസ്സൊലിഞ്ഞ് അത്ഭുതം ചെയ്തവൻ, ലാസറെ പുറത്തു വരികെന്ന് വിളിച്ചുകൊണ്ട് ലാസറിനെ പുറത്തു വരുത്തിയവൻ. ആ കണ്ണുകൾ എല്ലാം കാണുന്നു. ആ കണ്ണുകൾക്ക് മറവായത് ഒന്നും ഇല്ല. മൂന്നാമത് അവന്റെ ഗുണം, സപ്തഗുണങ്ങളിൽ മൂന്നാമത്തേത്, അവന്റെ കാൽ ഉള്ളിയിൽ ചുട്ടുപൊടിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. അവന്റെ കാൽ ഉള്ളിയിൽ ചുട്ടുപൊടിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ആ കാലുകൾക്ക് ഉള്ളിൽ ന്യായവിധിയുടെ ശ്രേഷ്ഠതയെ കുറിച്ച് ഓർപ്പിച്ചിരിക്കുക. തുടർന്നുള്ള അധ്യായങ്ങളിൽ ന്യായവിധി വിഷയം വരുന്നതുകൊണ്ട് ആ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഓർപ്പിക്കാം. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയായിരുന്നു. ആ ശബ്ദം ഒരിക്കൽ മാധുര്യമേറിയ ശബ്ദമായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ ഫൗണ്ടർ അഡ്മിനായിരിക്കുന്ന യേശുദാസ് ബെഞ്ചമിൻ പാസ്റ്റർ ബീഹാറിൽ നിന്ന് ഓൺലൈനായി പ്രസംഗിച്ചപ്പോൾ ആ വിലപ്പെട്ട ദൈവദാസൻ പാടിയൊരു പാട്ടുണ്ട്, തേനിലും മധുരം വേദമല്ലാതില്ല, ആ തേനിലും മധുരമായ ശബ്ദത്തിന് ഉടമ, ലാവണ്യ വാക്കുകൾ പൊഴിക്കുന്നവൻ, അവന്റെ ശബ്ദം ഇമ്പമുള്ളത്, അവന്റെ ശബ്ദം തേൻകട്ട പോലെ മധുരമുള്ളത്, തേനോട് തേൻകൂട് അതിലെന്നൽ തെളിതേൻ ഇതിന് സമമോ തോഴ എന്ന പാട്ടുകാരൻ പാടിയത്. അത്രയും മാധുര്യമേറിയ ശബ്ദം. എന്നാൽ ഇനി ആ ശബ്ദം മാധുര്യമേറിയതല്ല, പകരം ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് പറയുന്ന അന്ത്യന്യായവിധി കഴിഞ്ഞുള്ള ശക്തമായ വാക്കുകൾ. ആ ശബ്ദം ഇനി കേൾക്കുവാൻ പോകുകയാണ്. അഞ്ചാമത് തന്റെ സപ്തഗുണങ്ങളിൽ അവന്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങൾ ഉണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ 2 കൈകളിൽ വലങ്കൈക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ വലങ്കൈ ശക്തിയുള്ളതാണ്. സാധാരണ ഇടത്തെ കൈയേക്കാൾ ബലമുള്ള കൈയാണ്, ശക്തിയുള്ള കൈയാണ് വലങ്കൈ. അതുകൊണ്ട് എടുത്തു പറയുന്നു, അവന്റെ വലങ്കൈയിൽ 7 നക്ഷത്രങ്ങളുണ്ട്. ഇത് കർത്താവിന്റെ ദാസന്മാരാ, ദൈവസഭയുടെ ശുശ്രൂഷകന്മാരാ, ദൈവസഭയാ മക്കളാ, ദൈവകുഞ്ഞ് നീയും ഞാനും എന്റെ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ ഇരിക്കുന്നവരാ. അവന്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ കോഴിയെ വളർത്താറുണ്ടല്ലോ. ഇപ്പോഴാ കോഴിക്കൂടൊക്കെ, പണ്ട് കോഴിക്കൂടുണ്ടെങ്കിലും കോഴി ചില കൂടുകളിൽ കയറാറില്ല. അത് മരക്കൊമ്പിലോ അല്ലെങ്കിൽ മാവിലോ ഒക്കെ കയറിയിരിക്കാറുണ്ട്. രാത്രി സമയത്ത് അത് പറന്ന് മാവിന്റെ കൊമ്പിൽ കയറിയിരുന്ന് രാത്രി കഴിച്ചു കൂട്ടാറുണ്ട്. മരത്തിന്റെ കൊമ്പിൽ, മാവിന്റെ മരത്തിന്റെ കൊമ്പിൽ മുകളിൽ കയറിയിരിക്കുന്ന കോഴിക്ക് കുറുക്കനെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ കുറുക്കൻ മരത്തെ കയറില്ല. കുറുക്കനെ പേടിക്കേണ്ട ആവശ്യമില്ല. മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന കോഴിക്ക് കുറുക്കനെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സംഭവിക്കുന്നെന്തുവാ? സംഭവിക്കുന്നത്, ഉയർന്ന വൃക്ഷക്കൊമ്പിലാണ് ഈ കോഴി ഇരിക്കുന്നതെങ്കിലും ആ കൊമ്പിൽ ഈ കുറുക്കന് വന്ന് കയറി പിടിച്ച് തന്നെ ഇല്ലാതാക്കുവാൻ കഴിയത്തില്ല എന്ന് സത്യമാണെങ്കിലും ഈ കുറുക്കന്റെ കണ്ണുരുട്ട് കാണുമ്പോൾ, കുറുക്കന്റെ ഓടിയിടിയിൽ കാണുമ്പോൾ കോഴി പേടിക്കും, വെപ്രാളപ്പെടും, അത് താഴോട്ട് വീഴും. അങ്ങനെ വീഴുമ്പോൾ ഈ കുറുക്കന്റെ വായ്ക്കകത്തത് അകപ്പെടും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നത്തെ അനേക ദൈവമക്കളെയും പരാജയത്തിന്റെ കാരണം ഇതാ. അവരിയ്ക്കുന്ന സുരക്ഷിതമായ സ്ഥാനത്ത്, പക്ഷേ അവരിയ്ക്കുന്ന സ്ഥാനത്തേക്ക് കയറി വന്ന് അവരെ തകർക്കുവാൻ ശത്രുവായ പിശാചിന് കഴിയത്തില്ല. അതുകൊണ്ട് ശത്രു ചെയ്യുന്ന തന്ത്രമുണ്ട്. അവൻ കണ്ണുരുട്ടി കാണിക്കും, തന്ത്രങ്ങൾ മെനയും, ചതിപ്രയോഗങ്ങൾ ചെയ്യും, ചില ഓടിയിടികൾ നടത്തും, ചില കുതന്ത്രങ്ങൾ മെനയും, അപവാദങ്ങൾ പറഞ്ഞു പരത്തും, പലവിധമായ വാക്കുകൾ നിനക്കെതിരെ പൊഴിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, അറിയുമ്പോൾ ഭയപ്പെടും, താഴോട്ട് വീഴും. അത് സാത്താന്റെ കയ്യിലാകും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം വാക്യമുണ്ട്,
ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ വാക്കിന് അർത്ഥമുണ്ട്. ഭയപ്പെട്ടാൽ മാത്രമേ സാത്താൻ നിന്നെ ഉപദ്രവിക്കത്തുള്ളൂ. ഭയമാണ് സാത്താന്റെ ആയുധം. അവൻ ഭയപ്പെടുത്തും, അവൻ പേടിപ്പിക്കും. അവൻ പേടിപ്പിക്കുന്നവരെ പക്ഷെ നീ ഭയപ്പെടരുത്. എന്തുകൊണ്ടെന്നാൽ സാത്താനെ ജയിച്ചവൻ എന്റെ യേശു നമ്മോട് കൂടെയുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അപ്പോൾ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ പറയുന്നു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. എന്റെ വിശ്വാസം ശരിയെങ്കിൽ വിശുദ്ധ ബൈബിളിൽ 66 പുസ്തകത്തിലായി 1189 അധ്യായത്തിലായി 31,173 വാക്യങ്ങളായി 365 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞ വാക്കുണ്ട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. എന്താണ് വാക്കിന്റെ ആശയം? ഒരു വർഷത്തിന്റെ ആരംഭം ജനുവരി മാസമായിപ്പോൾ നമുക്കറിയാം. ജനുവരി മാസം 1-ാം തീയതി വിളിച്ചു പറയുന്നു ഭയപ്പെടേണ്ട. 2-ാം തീയതി പറയുന്നു ഭയപ്പെടേണ്ട. ഡിസംബർ മാസം 31-ാം തീയതി പറയുന്നു ഭയപ്പെടേണ്ട. അതിനർത്ഥം ഒരു വർഷത്തിന് എല്ലാ ദിവസവും നീ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിന്റെ ചെവിയിൽ ശബ്ദം മുഴങ്ങുന്നു, മകളെ മകനെ ഭയപ്പെടേണ്ട. എന്തുകൊണ്ടെന്നാൽ നീ എന്റെ ഉള്ളം കരച്ചിൽ അഥവാ വലം കൈക്കകത്തിരിക്കുക. എന്റെ വലം കൈക്കകത്തുനിന്ന് പിടിച്ചു മുറിപ്പാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നീ പിന്നെ എന്തിനാ പേടിക്കുന്നത്? നീ ഭയപ്പെടുന്നതിനാ? നമ്മുടെ ദൈവം ശക്തിയുള്ളവനാ. ആരാണ് അവൻ? സർവശക്തൻ, സർവവ്യാപി, സർവേശ്വരൻ. അവനെപ്പോൾ ആരാക്ഷൻ ആരുമില്ല. അവന്റെ ഉള്ള കരച്ചിനകത്ത് നാം സുരക്ഷിതരാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ദൈവ കുഞ്ഞ് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്. ഈ ലോകത്തിലെ സമുദ്രത്തിലെ വെള്ളത്തെ കൈക്കുമ്പൊളിൽ കോരിയെടുച്ചവൻ, ലോകത്തിലെ മണൽച്ചരികളെ കൈക്കുമ്പൊളിൽ കോരിയെടുക്കുന്നവൻ, ആഴത്തിന്റെ അടിത്തട്ടിൽ നീന്തി തുടിച്ച മത്സ്യത്തിന്റെ വാക്കകത്തിരുന്ന ചതുർദ്രമപ്പണം ദൂരെ വെച്ച് കണ്ടവൻ, അത് വിട്ട് ഇടിപ്പിച്ചവൻ, കൈസർക്ക് കരം കൊടുപ്പിച്ചവൻ, സർവ്വതും കാണുന്നവൻ, അറിയുന്നവൻ, സംരക്ഷകരായവൻ നമ്മോട് കൂടിയുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഞാൻ അവിടെ ചേർത്ത് ഒരു വാക്കുകൂടി പറയാം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ യാത്ര പുറപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ അവരുടെ മുൻപിൽ ചെങ്കടൽ നിന്നു. മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ചെങ്കടൽ അവർക്ക് പ്രതികൂലമായി വന്നു. ആർത്തിരമ്പുന്ന തിരമാലകൾ ഭീകരമായ ശബ്ദത്തോടെ, കൊടുമുഴക്കത്തോടെ, മുഴങ്ങും ശബ്ദത്തിൽ തിരമാലയുടെ ആരവങ്ങൾ മുഴങ്ങിക്കേൾക്കുന്നു. അപ്പോൾ മുൻപോട്ട് പോകുവാൻ തടസ്സം. കണ്ണെത്താ ദൂരത്ത്, അങ്ങ് ദൂരെ ജലം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന കടൽ, അതാണ് ചെങ്കടൽ. ആ ചെങ്കടൽ കരയിൽ ഇസ്രായേൽ മക്കളെത്തി. മുൻപോട്ട് നോക്കുമ്പോൾ തിരമാലയും ഹുങ്കാര ശബ്ദത്തിൽ അഞ്ഞടിക്കുന്ന വെള്ളത്തിന് ഇരമ്പലും. അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം അവർ കഷ്ടപ്പെടാൻ തുടങ്ങി. അവർ നിലവിളിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ ഈ സ്ഥാനത്ത് വന്ന് മരിച്ചു പോകുമെന്ന് ഓർത്തുകൊണ്ട് നിലവിളിക്കുമ്പോൾ മോശ ദൈവത്തോട്, ദൈവമേ, ഈ ജനം നിലവിളിക്കുന്ന കണ്ടില്ലേ? ഈ ചെങ്കടൽ മുൻപിൽ നിൽക്കുന്നു, എന്ത് ചെയ്യും? ദൈവം പറഞ്ഞു, മോശേ, നിന്റെ കൈവശമിരിക്കുന്ന വടിയില്ലേ, ആ വടിയെടുത്ത് ചെങ്കടലിൽ നീട്ടുക. അവൻ നീട്ടി. മഹാത്ഭുതം സംഭവിച്ചു. ചെങ്കടൽ രണ്ടായി മാറി. സ്നേഹിത, നിന്റെ മുൻപിൽ ചെങ്കടൽ പോലെ പ്രശ്നം മുൻപിൽ വരുമ്പോൾ, തിരമാല പോലെ പ്രശ്നം മുൻപിൽ വരുമ്പോൾ, മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം പ്രശ്നങ്ങളാൽ നീ വലിയപ്പെടുമ്പോൾ ബൈബിൾ പറഞ്ഞു ഭയപ്പെടേണ്ട. നിന്റെ മുൻപിൽ ദൂതനെ നിർത്തി നിനക്ക് ചെങ്കടൽ പ്രശ്നം മാറ്റിക്കുന്നവൻ സ്വർഗീയ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്നത് ഭയപ്പെടേണ്ട. മുൻപിൽ പ്രതികൂലം വരട്ടെ, നിന്നത് തൊടുകയില്ല. ഇസ്രായേൽ മക്കൾ പിറകോട്ട് നോക്കി. ഫറവോന് സൈന്യം പിറകിന്ന് വരികയാ. ദൈവദൂതന്മാർ ചെയ്ത പ്രവൃത്തി അറിയാമോ? മുൻപിൽ സംരക്ഷണം ഒരുക്കിയ ദൈവദൂതന്മാരെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് പിൻപിലാക്കി. അപ്പോൾ തന്റെ മക്കൾക്ക് മുൻപിൽ ദൂതൻ കാവൽ, പിൻപിൽ ദൂതൻ കാവൽ. മുൻപിലും പിൻപിലും പ്രതികൂലം വരുമ്പോൾ നീ പതറിപ്പോകരുത്, നീ തളർന്നു പോകരുത്. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞ ഭയപ്പെടേണ്ട,
ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവൻ മുൻപിൽ ദൂതനുണ്ട് കുഞ്ഞെ, പിൻപിൽ ദൂതനുണ്ട്. നീ പേടിക്കണ്ട, നീ ഭയപ്പെടേണ്ട, നീ വിഷമിക്കണ്ട. ശത്രുവായവനെ കഴിയച്ചില്ല. ശത്രുവിന്റെ തലയെ തകർത്തവൻ നിന്നോട് കൂടെയുണ്ട്. അപ്പൊ മുൻപിൽ പ്രതികൂലം വരട്ടെ, നീ പേടിക്കരുത്. പിൻപിൽ പ്രതികൂലം വരട്ടെ, നീ പേടിക്കരുത്. വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഇടം കൈ പോലെ നിന്റെ കൂടെ നിന്നവൻ നിനക്കെതിരെ തിരിയുമ്പോൾ, വലം കൈ പോലെ നിന്റെ ഒപ്പം നിന്നവൻ നിനക്കെതിരെ തിരിയുമ്പോൾ, ഇടം കൈ പോലെ നിന്നെ താങ്ങായി നിന്നവൻ നിനക്കെതിരെ തിരിയുമ്പോൾ, വലം കൈ പോലെ നിന്നെ താങ്ങി നിർത്തിയവൻ നിനക്കെതിരെ തിരിയുമ്പോൾ നീ വേദനിക്കാറില്ലേ? നീ ഭാരപ്പെടാറില്ലേ? നീ ദുഃഖിക്കാറില്ലേ? നിന്റെ ജീവിതത്തിൽ വിഷമിക്കുവാൻ നീ ചിന്തിച്ചിട്ടില്ലേ? എന്തിനാണ് ഇങ്ങനെ സ്നേഹിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ചിന്തിച്ചിട്ടില്ലേ? എന്നാൽ ഈ രാത്രി ഞാൻ പറയട്ടെ, ഇടം കൈ പോലെ നിന്റെ കൂടെ നിന്നവർ നിന്നെ വിട്ടു മാറട്ടെ, വലം കൈ പോലെ നിന്റെ ഒപ്പം നിന്നവർ നിന്നെ വിട്ടു മാറട്ടെ. ബൈബിൾ പറയുന്നു, നിന്റെ ഇടത്തും വലത്തും ദൈവം കാവൽ. ഞാൻ ഇങ്ങനെ പറയും, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നല്ലത്. ബൈബിൾ പറഞ്ഞു, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഇടം വശത്ത് നിനക്ക് പ്രതികൂലം വരട്ടെ, ദൈവം ഇടത്ത് നിനക്ക് കാവൽ. ഹല്ലേലൂയ. വലം ഭാഗത്ത് നിനക്ക് പ്രതികൂലം വരട്ടെ, ദൈവം വലത്തു ഭാഗത്ത് നിനക്ക് താങ്ങേ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ ചെങ്കടൽ കടന്ന് അക്കരെ കയറി മുൻപോട്ട് പോകുന്ന മരുഭൂമികൾ കൂടിയ അവർ നോക്കിയപ്പോൾ വലത്തുഭാഗത്ത് ഭയാനകമായ ചൂട്, ഇടത്തുഭാഗത്ത് ഭയാനകമായ ചൂട്, മുകളിൽ ഭീകരമായ ചൂട്, മണലാരുണ്യം ചുട്ടുപിടിച്ചിരിക്കുന്നു. എന്തു ചെയ്യുന്നറിയാതെ അവർ വിഷമിക്കുവാൻ തുടങ്ങി. ശത്രുവിന്റെ കോട്ട വൻ ശക്തിയായി വലഭാഗത്തുനിന്ന് പാഞ്ഞു വരുന്നു, ഇടം ഭാഗത്തുനിന്ന് പാഞ്ഞു വരുന്നു. ബൈബിൾ വായിക്കുന്നു, നിന്റെ വശത്ത് 1000 പേർ, ഇടത്തുവശത്ത് 1000 വീഴുവാൻ തുടങ്ങി. നിന്റെ വലത്തുവശത്ത് 10,000 അവിടെ വീഴുവാൻ തുടങ്ങി. അവിടെ രണ്ടു കൂട്ടരും വീണുടിയുമ്പോൾ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി മുൻപോട്ട് പോകുകയാ. ആ പോകുന്നവർക്ക് ഈ ചൂടടിക്കാതിരിക്കുവാൻ ഒരു എയർ കണ്ടീഷൻ പ്രതീതി പോലെ പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രി മഞ്ഞവരെ അരിക്കാതിരിക്കുവാൻ രാത്രി അഗ്നി തൂണുകൊണ്ടും സംരക്ഷിച്ചവൻ. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രി നിന്നോട് കൂടെയുണ്ട്, നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് പറയുന്ന ഭയപ്പെടേണ്ട. അപ്പൊ മുൻപിൽ കാവൽ, പിൻപിൽ കാവൽ, ഇടത്തു കാവൽ, വലച്ചു കാവൽ. ബൈബിൾ പറയുന്നു, ഇസ്രായേൽ മക്കൾക്ക് ചുറ്റും അവൻ പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. തന്റെ ഭക്തന്മാർക്ക് ചുറ്റും അവൻ പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. നമുക്ക് ചുറ്റും ദൈവം കാവൽ. നിന്നെ ഉയരത്തിന്ന് കൈ നീട്ടി അവൻ പിടിച്ചുവെന്ന് വിശുദ്ധ ബൈബിൾ വായിക്കുന്നു. അവൻ മുകളിൽ കാവൽ. ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നു, നിന്റെ കീഴേ ശാശ്വത ഭുജമുണ്ട്, നീ വീണാലും ദിനം പരിചയാകച്ചില്ല, നിന്റെ കീഴേ ശാശ്വത ഭുജമുണ്ട്. അവൻ മുൻപിൽ കാവൽ, പിൻപിൽ കാവൽ, ഇടച്ചു കാവൽ, വലച്ചു കാവൽ, മുകളിൽ കാവൽ, നിന്റെ താഴെ കാവൽ, നിനക്ക് ചുറ്റും കാവൽ. ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, അവൻ ഇയ്യോബിനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. അതിന്റെ അർത്ഥമല്ല, നിനക്ക് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക്, നിന്റെ ഭർത്താവിന്, ഭാര്യയ്ക്ക്, നിനക്കുള്ളവർക്ക് മുഴുവനും കാവല. നിന്റെ ഭർത്താവ് രോഗിയാണോ? നിന്റെ മക്കൾ വേദനിക്കുന്നോ? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഭയപ്പെടേണ്ട. കാവൽ ചെയ്യുന്ന കരുത്തുറ്റവൻ നിന്നോട് കൂടെയുണ്ട്. കണ്ണുനീർ കവച്ചു വെച്ച് മാറിപ്പോകുന്നവനല്ല, കരയുന്ന കാക്കക്കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നവൻ, അതതിന്റെ ആഹാരം അതിന് കൊടുക്കുന്നവൻ ഇന്ന് രാത്രി നിന്നെ അറിയുന്നവനാ. അതിന് ബൈബിൾ പറയുന്നു, ഭയപ്പെടേണ്ട. എന്തുകൊണ്ടെന്നാൽ അവന്റെ വലം കൈയിൽ ഞാനിരിക്കുന്നു. ശക്തിയുള്ള, ബലമുള്ള ആ കൈക്കകത്ത് ഞാനിരിക്കുന്നു. ആറാമത്തെ കർത്താവിന്റെ ഗുണം വെളിപ്പാട് പുസ്തകം 1 വായിക്കുമ്പോൾ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായിത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ എന്ന വടി കൊണ്ടവൻ ഭൂമി അടിക്കുമെന്ന് യെശയ്യാ പ്രവാചക പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നു. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി എന്ന്
യെശയ്യാ പ്രവാചക പുസ്തകം 49-ാം അധ്യായം 2-ാമത് വാക്യത്തിൽ വായിക്കുന്നു, ദൈവവചനത്തെ ഇരുവായിട്ടുള്ള വാളായി. വിശുദ്ധ എബ്രായ ലേഖനം അതിന്റെ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വായിക്കുന്ന വാള് ആത്മാവിന്റെ വാളല്ല. അത് വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, മനുഷ്യപുത്രന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായിത്തടിയുള്ള വാളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവവചനമല്ല, പകരം ന്യായ വിധിയുടെ വാളാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അടുത്തുകൂടുവാൻ കഴിയാത്ത ഒരത്ഭുതത്തിന്റെ വാളായി ഇത് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ന്യായ വിധിയുടെ വാളുമായി ഒരിക്കൽ അവൻ വരുമെന്ന് വിശുദ്ധ ബൈബിൾ വായിക്കുന്നു. അപ്പോൾ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഇരുതലയുള്ള വാൾ പുറപ്പെട്ടു. ന്യായ വിധിയുടെ വാള്. ഈ വാൾ നിന്റെ മേൽ വീഴാതിരിക്കുവാൻ യേശുവിന്റെ മടങ്ങി വരവിന് മുൻപ് യേശുവിന് കുഞ്ഞായി നീ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. 7-ാമത്തെ അവന്റെ ഗുണത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ മരുരൂപമണികൾ നമ്മുടെ കർത്താവിന്റെ ദിവ്യപ്രഭ അല്പമായി ഒന്ന് കാണുവാൻ കഴിഞ്ഞത് വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 17-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഭാഗം കാണുവാൻ കഴിയും. അവിടെ മഹത്വപൂർണമായി തേജോമയമായി നിൽക്കുന്ന യേശുവിനെ, തേജസ് ഉടുക്കപ്പെട്ട യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. സ്വർഗത്തിലെ മകുടമായവൻ, ദൂതന്മാർ ആരാധ്യ പുരുഷനായവൻ, പ്രൈസ് ദി ലോർഡ്, 10,000-ങ്ങളിൽ അതിസുന്ദരനായവൻ. ഹല്ലേലൂയ. മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച മാനവ ചരിത്രത്തെ രണ്ടാക്കി കീറി മുറിച്ചവൻ, AD എന്നും BC എന്നും രണ്ടാക്കി തിരിച്ചവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രക്ഷകന് സുന്ദര സുമഗ്നമായവൻ ഉത്തമഗീത പുസ്തകത്തിൽ വർണ്ണിച്ചിരിക്കുന്നു, എന്റെ പ്രിയൻ അതിസുന്ദരൻ, അവൻ 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ. ആ സുന്ദരനായവന്റെ തേജസ്സുള്ള പ്രഭയുള്ള വർണ്ണ പകിട്ടേറിയ ആ മുഖത്തെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ തേജസ്സിന്റെ മുൻപാകെ നിൽക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. ആകയാൽ വിശുദ്ധിയോടെ ജീവിച്ചു വിശുദ്ധിയിൽ കഴിഞ്ഞാൽ വിശുദ്ധനായവൻ മടങ്ങി വരുമ്പോൾ നിന്നെയും എന്നെയും തേജസ് നമ്മെ ഉടിപ്പിക്കുമെന്ന് വിശുദ്ധ ബൈബിളിൽ കോരിന്ത്യ ലേഖനം 15-ൽ വായിക്കുന്നു. 1 കോരിന്ത്യ 15-ൽ വായിക്കുന്നു. അപ്പൊ തേജസ് ഉടിക്കപ്പെട്ടവർക്ക് ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ ആയിരിക്കാൻ കഴിയും. വിശുദ്ധ ബൈബിൾ അത് നമ്മെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നാം വായിച്ചു വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സഭഗുണം, യേശു ക്രിസ്തു ആരെന്നത്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ അവിടെ വർണ്ണിച്ചിരിക്കുക. ഞാൻ ചിലതുകൂടി പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിലേക്ക് വരുമ്പോൾ 7 സഭയെ കുറിച്ചുള്ള ദൈവദൂത് വെളിപ്പെടുത്തുകയാണ്. 7 സഭയെ കുറിച്ചുള്ള ദൈവദൂത് വെളിപ്പെടുത്തി കാണിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ. ഇത് ഏകദേശം സഭാ കാലഘട്ടമനുസരിച്ച് ചില വ്യത്യസ്തമായ രൂപത്തിൽ ഞാൻ ഇതിനെ ഒന്ന് ഓർപ്പിച്ചു വരാം. ഏത് കാലഘട്ടത്തിൽ നിന്ന് സഭയാണ് ഈ 7 സഭകൾ എന്നത് ഒന്ന് ചെറിയ ചിന്തയായി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. എഫെസോസ് എന്ന സഭാ കാലഘട്ടം AD 70 മുതൽ AD 100 വരെ നിലനിന്ന കാലഘട്ടമാണ്. അത് അപ്പസ്തോലിക കാലഘട്ടമാണ്. ഞാനിപ്പോൾ വിവരിക്കുന്നില്ല. അപ്പസ്തോലിക കാലഘട്ട അവസ്ഥയാണ് എഫെസോസ് സഭാ പീരീഡ്. അതുപോലെ തന്നെ AD 100 മുതൽ AD 312 വരെയുള്ള കാലഘട്ടമാണ് സ്മുർന്ന സഭാ കാലഘട്ടം. ഇത് പീഡാകാല കാലഘട്ടം
പീരീഡിനെ സൂചിപ്പിക്കുക. പീഡയുടെ കാലഘട്ടം. മൂന്നാമത്തെ പീരീഡാണ് തുയതയിലെ പീരീഡ്. AD 312 മുതൽ AD 606 വരെയുള്ള കാലഘട്ടം. കുസ്തന്തീനോസ് മുതലുള്ള കാലഘട്ട ചരിത്രമാണ് ഈ മൂന്നാം സഭ പീരീഡ്. നാല് തുയതൈര സഭ പീരീഡ് AD 606 മുതൽ 1520 കാലഘട്ടമാണ് തുയതൈര കാലഘട്ടമായി ചിത്രീകരിച്ചിരിക്കുന്നത്. അത് അന്ധകാര യുഗങ്ങളാണ്. ഒരു വലിയ സംഭവമാണത്. ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അന്ധകാര വിപുലമായ ഒരു കാലഘട്ടാവസ്ഥ. അഞ്ചാമത്തെ പീരീഡാണ് സർദീസ് പീരീഡ്. AD 1520 മുതൽ ഈ ലോകത്തിൽ 1750 വരെ നിന്ന കാലഘട്ടമാണ് സഭയുടെ. ആ കാലഘട്ടത്തെയാണ് സർദീസ് കാലഘട്ടമായി പറയുന്നത്. നവീകരണ കാലഘട്ടം. മാർട്ടിൻ ലൂതർ മുതലുള്ള നവീകരണ കർത്താക്കളാൽ സഭയ്ക്കുണ്ടാകപ്പെട്ട നവീകരണ കാലഘട്ടമാണ് സർദീസ് സഭ പീരീഡ്. ഫിലദൽഫിയ സഭ പീരീഡ് AD 1750 മുതൽ 1900 വരെയുള്ള കാലഘട്ടമാണ് ഫിലദൽഫിയ കാലഘട്ടം. അത് നവീകരണ കാലഘട്ടമാണ്. വേർപാടിന്റെ വിശുദ്ധിയുടെ പ്രമാണമായി ഒരു പ്രത്യേക വിഭാഗമായി ദൈവത്തിന്റെ സഭ രൂപീകരിക്കപ്പെട്ട കാലഘട്ടമാണ്. പെന്തക്കോസ്ത് സഭയും വിശുദ്ധിയിൽ പ്രമാണത്തിൽ വ്യവസ്ഥയിൽ രൂപീകരിക്കപ്പെട്ട ഉപദേശത്തിൽ നിൽക്കുന്ന കൂട്ടമായി നിലവിൽ വരപ്പെട്ട കാലഘട്ടമാണ് ഫിലദൽഫിയ കാലഘട്ടം. അവസാനത്തെ കാലഘട്ടമാണ് ലവോദിക്ക കാലഘട്ടം. AD 1900 മുതൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ പുനരാഗമനം വരെയുള്ള കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വീണ്ടും വരുന്ന കാലഘട്ടം വരെയുള്ള കാലഘട്ടത്തെയാണ് ലവോദിക്ക കാലഘട്ടമെന്ന് വിവരിച്ചിരിക്കുന്നത്. ഈ 7 കാലഘട്ടങ്ങളെ വിശുദ്ധ ബൈബിളിലെ വ്യത്യസ്തമായ ചിന്തയുമായി തുലനം ചെയ്ത് പഠിച്ചാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില ചിന്തകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സുവിശേഷങ്ങൾ 4. ഈ 4 സുവിശേഷങ്ങളിൽ മത്തായി സുവിശേഷം എടുക്കുമ്പോൾ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലെ 7 ഉപമകളുമായി ഈ 7 സഭയെ നമുക്ക് ബന്ധിപ്പിച്ചു പഠിക്കുവാൻ കഴിയും. ഒന്നുകൂടി ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന 7 സഭ ഞാൻ ഓർപ്പിച്ച എഫെസോസ് മുതൽ ലവോദിക്ക വരെയുള്ള 7 സഭ. ആ 7 സഭയുടെ കാലഘട്ടാവസ്ഥയിൽ അപ്പസ്തോലിക കാലം, പീഡാകാലം, കുസ്തന്തീനോസ് മുതലുള്ള കാലഘട്ടം, അന്ധകാരയുഗ കാലഘട്ടം, മാർട്ടിൻ ലൂതറാൽ ആരംഭം കുറിച്ച നവീകരണ കാലഘട്ടം, അതുപോലെ തന്നെ വേർപാടിന്റെ വിശുദ്ധ നിർമ്മാണമായി ദൈവസഭകൾ രൂപപ്പെട്ടു ദൈവത്തിന്റെ ആത്മശക്തിയാൽ ആരാധിച്ച സത്യ ആരാധന വെളിപ്പെട്ട കാലഘട്ടം മുതൽ യേശുവിന്റെ മടങ്ങി വരവരുള്ള കാലഘട്ടങ്ങളായ 7 സഭാ പീരീഡിനെ വിശുദ്ധ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലെ 7 ഉപമകളുമായി ബന്ധിപ്പിച്ചു പഠിക്കുവാൻ കഴിയും. ഞാൻ ചിലത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 1. എഫെസോസ് സഭ. മത്തായി സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 23 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഉപമകൾക്കകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്നവരെ ഭാഗമെടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. വിത്ത് വിതയ്ക്കുന്നവരെ ഉപമ. ഞാനത് വിവരിക്കുന്നില്ല. ആ വിത്ത് വിതയ്ക്കുന്ന ഒരു ഉപമയിൽ ഒരു വലിയ മർമ്മം ഒളിച്ച് ഇരിപ്പുണ്ട്. ആദ്യമ നൂറ്റാണ്ട് ദൈവവചനമായ വിത്ത് വിതയ്ക്കുന്ന കാലമായിരുന്നു. ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ ദൈവവചനമായ വിത്ത് വിതയ്ക്കുന്ന കാലമായിരുന്നു. ആ വിത ഇന്ന് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ചിലത് വഴിയിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു,
ചിലത് മുള്ളുകൾക്കിടയിൽ വീണു, ചിലത് നല്ല മണ്ണിൽ വീണു. ആ നല്ല മണ്ണിൽ വീണ വിത്ത് 30, 60, 100 മേനി വിളഞ്ഞു. മറ്റു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് 100, 60, 30 മേനി വിളഞ്ഞു. ഇതിനർത്ഥമുണ്ട് നല്ല നിലത്ത് വീണ വിത്ത് 100 മേനി. ജൂതവർഗത്തിനകത്തേക്ക് പോയാൽ അവിടെ വിതയുടെ കാലഘട്ടം പഠിക്കുവാൻ കഴിയും. അവിടെ വിതയ്ക്കുമ്പോൾ ആദ്യത്തെ വിതയിൽ 100% വിളവ് കിട്ടും. ആ വിളവ് കഴിയുമ്പോൾ രണ്ടാമതൊരു ഇടവിളവെടുക്കും. ആ വിതച്ച വിത്തിന് ഇടവിളവ്. ആ ഇടവിളവിൽ 100% കഴിഞ്ഞ് അടുത്തത് 60%. വീണ്ടും മൂന്നാമതൊരു ഇടവിളവെടുക്കും, അത് 30%. എന്ന് പറഞ്ഞാൽ നീ വിതച്ചതിന്റെ പൂർണ്ണതയും ദൈവം നിന്റെ മേൽ തിരിച്ചു തരുമെന്ന്. ആ തരുന്ന തരമേ ലഭ്യമായ കാലഘട്ടമാ 1-ാം നൂറ്റാണ്ടിലെ കാലഘട്ടം. നിങ്ങൾക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ദൈവമക്കൾ വേദന സഹിച്ച കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഒരു ദൈവകുഞ്ഞിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ കൊന്നവന് രക്തം വീഴപ്പെട്ട മണ്ണിൽ കൂടി നടന്നു പോയവർ മുഴുവൻ യേശുവിനെ സ്നേഹിക്കുവാനും അറിയുവാനും കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു 1-ാം നൂറ്റാണ്ട്. ആ ചരിത്ര പശ്ചാത്തലം പറഞ്ഞ ആവശ്യമില്ല. അന്ന് കുറെ വിശ്വാസികളില്ല, ചുരുക്കം ചിലരേ ഉള്ളൂ. ആ ഉള്ളവർ തന്നെ വളരെ ദൂരെയായിരിക്കും. അങ്ങനെയുള്ളവരെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് ഉപദ്രവിക്കുമ്പോൾ, ആ ഉപദ്രവിച്ച് അവരെ കൊല്ലുമ്പോൾ, അവരെ കുഴിച്ചിടുമ്പോൾ, ജീവനോട് കുഴിച്ചിടുമ്പോൾ, അവരെ ശരീരം മുഴുവൻ എണ്ണയൊഴിച്ച് കത്തിക്കുമ്പോൾ, അവരെ ജീവനോടെ ഈ മണ്ണിനടിയിലേക്കിട്ട് മണ്ണിട്ട് മൂടുമ്പോൾ, കുതിരയുടെ കടിഞ്ഞാലിൽ 2 കാലും 2 കുതിര കടിഞ്ഞാലിലേക്ക് കെട്ടിക്കൊണ്ട് 2 വശത്ത് കുതിര ഓടിച്ചു വിടുമ്പോൾ 2ആയി പിളർന്നു വീഴുന്ന ദൈവമക്കളുടെ കാലഘട്ടം. ആ കാലഘട്ടങ്ങളിൽ വിശുദ്ധന്മാർ ചുരുക്കമെങ്കിലും അവർ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചപ്പോൾ സംഭവിച്ചത് ചരിത്രം എഴുതി വച്ചിട്ടുണ്ട്. അവിടെ രക്തം വീണ മണ്ണിൽ കൂടി ആരൊക്കെ കാല് ചവിട്ടി പോയിട്ടുണ്ടോ, പിന്നത്തേതിൽ അവർ യേശുവിന്റെ കുഞ്ഞുങ്ങളായി മാറി. അതാണ് വിതയ്ക്കുന്നവൻ ഉപമ എന്ന് പറഞ്ഞാൽ, ആ വിത്ത് ഇന്നും വിതയ്ക്കുന്നു, ഇപ്പോഴും വിതയ്ക്കുന്നു. അത് വീണോ ഒരിക്കൽ അത് വിളഞ്ഞിരിക്കും, അത് തിരിച്ചു വരും. അതാണ് വചനത്തിൽ വായിക്കുന്നത്, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ടതും മടങ്ങി വരും. നീ പറയുന്ന നഷ്ടമാകത്തില്ല, നീ യേശുവിന് വേണ്ടി ചിലവഴിക്കുന്ന നഷ്ടമാകത്തില്ല. യേശുവിന് വേണ്ടി പറയുന്നതും പ്രവർത്തിക്കുന്നതും പാടുന്നതും പ്രസംഗിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊന്നും നഷ്ടമാകത്തില്ല. യേശുവിന്റെ നാമത്തിൽ നിന്ന് ചെയ്താലും അതും മടക്കി തരും. അവരാർക്കും കടക്കാരനല്ല, അവൻ മടക്കി തരും. രണ്ടാമത്തെ ഉപമ അവിടെ വായിക്കുമ്പോൾ 36 മുതൽ 43 വരെ വാക്യങ്ങളിൽ 13-ാം അധ്യായത്തിൽ മത്തായി സുവിശേഷം 13-ാം അധ്യായം 36 മുതൽ 43 വായിക്കുമ്പോൾ ഗോതമ്പും കളയും ഒരുപോലെ വളരുന്ന ഒരവസ്ഥ കാണുവാൻ കഴിയും. ഇത് സ്മുർന്ന കാലഘട്ടത്തെ സൂചിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ ഗോതമ്പും കളയും ഒരുപോലെ വളരുന്ന കാലം ഉണ്ടായ ഒരു കാലം. നല്ല വിത്തും ആ വിത്ത് നശിപ്പിക്കുന്ന കളയും ഒരുമിച്ചു വളരുന്ന കാലമായിരുന്നു സ്മുർന്ന കാലഘട്ടം, അഥവാ പീഡാ കാലഘട്ടം. അന്ന് നല്ല വിത്തിനോടെ കളയും വളരുവാൻ തുടങ്ങിയ കാലം. മൂന്നാമത്തെ പീരീഡാണ് പെർഗമോസ് പീരീഡ്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 31-32 വാക്യം വായിക്കുമ്പോൾ അവിടെ ഉപമ പറഞ്ഞിട്ടുണ്ട്, കടുകുമണിയുടെ ഉപമ. ഈ കാലഘട്ടത്തിലെ സഭ കടുകുമണിക്കുണ്ടായ അസാധാരണമായ വളർച്ച പോലെ ഹല്ലേലൂയ വളരുകയും കടുക് വൃക്ഷത്തിൽ പക്ഷികൾ ചേക്കേറിയതുപോലെ സകലവിധ മ്ലേച്ഛതകളും ദൈവസഭയിൽ കടന്നുകൂടുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു പെർഗമോസ് കാലഘട്ടം, കുസ്തന്തീനോസ് മുതലുള്ള കാലഘട്ടം.
സഭ വളർന്നു, ശക്തിപ്പെട്ടു. കടുകുവൃക്ഷം വളർന്നുപോലെ സഭ ശക്തിപ്പെട്ടു. പക്ഷെ മുഴുവൻ ദുരുപദേശവും സഭയിൽ പ്രവേശിച്ച് സത്യദൈവത്തെ മറന്നുപോകുന്ന ഒരു കാലമായി മാറിയ ഉപമയാണ് കടുകുമണിയുടെ ഉപമ. നാലാമത്തെ സഭ പീരീഡ് തുയധൈര്യ പീരീഡ്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 33-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പുളിമാവിന്റെ ഉപമ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പം പുളിമാവിനാൽ പിണ്ടം മുഴുവൻ പുളിച്ചതുപോലെ ദുരുപദേശത്തിന്റെ പുളിമാവിനാൽ ദൈവസഭയും പിണ്ടം മുഴുവനും പുളിച്ച് അശുദ്ധമായി തീർന്ന കാലഘട്ടം. ഒരു വല്ലാത്ത ദുരുപദേശത്തിന്റെ കാലഘട്ടമായിരുന്നു അന്ധകാര യുഗമെന്ന തുയധൈര്യ പീരീഡ്. അടുത്ത പീരീഡ് സർദീസ് പീരീഡ്. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒളിക്കപ്പെട്ട ഒരു നിധിയുടെ ഉപമ അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ദൈവസഭ നവീകരണത്തിലേക്ക് നടത്തപ്പെട്ട കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ഉപദേശങ്ങളാൽ, ശുദ്ധീകരണങ്ങളാൽ മാർട്ടിൻ ലൂതർ മുതൽ ഈ കാലഘട്ടങ്ങളിൽ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് ജനത്തെ വചനത്തിലേക്ക് അടുപ്പിച്ച ഒരു കാലഘട്ടം. ഒളിച്ചിരുന്ന ഒരു നിധിയെ എടുത്തുകൊടുത്ത ഒരു നല്ല ഉപമ പോലെ അനുഗ്രഹമായിരുന്നു സർദീസ് കാലഘട്ടം, ഫിലദൽഫിയ കാലഘട്ടം. അത് വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 13-ാം അധ്യായം 45-46 വായിക്കുമ്പോൾ അവിടെ വിലയേറിയ ഒരു മുത്തിന്റെ ഉപമ കൊടുത്തിട്ടുണ്ട്. വിലയേറിയ മുത്തിനെ കുറിച്ച് നമ്മുടെ DL ബോവസ് പാസ്റ്റർ നമ്മുടെ ഗ്രൂപ്പിൽ കൂടി ശക്തമായി പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വിവരിക്കേണ്ട ആവശ്യമില്ല. മുത്തിന്റെ ഉപമ എല്ലാവിധ അവസ്ഥയിൽപ്പെട്ട ഒരനുഗ്രഹീതമായ സഭയായി, ഒരാത്മീക ഉണർവിന്റെ കാലഘട്ടമായി സഭ മുൻപോട്ട് പോയതായിരുന്നു ദൈവസഭയുടെ നവീകരണ കാലഘട്ടമായ ഫിലദൽഫിയ കാലഘട്ടം. സ്നേഹത്തിൽ, സന്തോഷത്തിൽ, ഐക്യതയിൽ, യോജിപ്പിൽ. ഞാൻ പിന്നാലെ വഹിക്കുമ്പോൾ പഠിപ്പിക്കാൻ കഴിയും. ഒരു കുറ്റവും യേശു പറയാത്തൊരു സഭയായിരുന്നു ഫിലദൽഫിയ സഭ. ഒരു കുറ്റവും പറയാത്ത, അത്രയും നല്ല ആത്മീക വളർച്ചയുടെ, ആത്മീക ഉണർവിന്റെ, ആത്മീക പുഷ്ടിയുടെ കാലഘട്ടം. അത് കഴിഞ്ഞപ്പോഴോ ലവോദിക്യ സഭ. മത്തായി സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 58 വരെ വാക്യം വായിക്കുമ്പോൾ ഒരു വലയുടെ ഉപമ അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. എല്ലാവിധ മത്സ്യവും പിടിക്കുന്ന ഒരു വല, എല്ലാവിധ മത്സ്യവും പിടിക്കുന്ന വല എന്ന് പറഞ്ഞാൽ എല്ലാവിധ മത്സ്യവും ഒരു പാത്രത്തിൽ ശേഖരിച്ച് അത് ചീഞ്ഞ് അളിഞ്ഞ് ചീത്തയായി വലിച്ചെറിയപ്പെടുന്ന ഒരു കാലഘട്ടം. ഇന്നത്തെ ആത്മീക ഗോളത്തിലേക്ക് നോക്കിക്കേ, ഇന്ന് ദൈവസഭ എന്ന് പറഞ്ഞ പെന്തക്കോസ്ത് കൂട്ടത്തിലേക്ക് നോക്കിക്കേ. എല്ലാവിധമായ അശുദ്ധികൾക്കും സ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കുക. ഇലക്ഷനുകൾ, വോട്ടിംഗ് സിസ്റ്റങ്ങൾ, അതുപോലെ തന്നെ കേസുകൾ, കോടതികൾ എന്ന് വേണ്ട മോഡിഫിക്കേഷൻ മോഡലുകൾ, എന്തെല്ലാം ഇന്നത്തെ ആത്മീക ഗോളത്തിൽ നടക്കുന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ. പണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമക്കൾ വരും, ഇന്ന് ഫാഷൻ പരേഡിന് വരും. പണ്ട് പരിശുദ്ധി അണ്ണാവിൽ ആരാധിക്കുവാൻ വരും, ഇന്നോ അഭിനയിക്കുവാൻ വരും. പണ്ടൊരു പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചാൽ നിർത്താൻ തോന്നത്തില്ല. ഒരു പാട്ട് തുടങ്ങുമ്പോൾ അഭിഷേകത്തിൽ തുടങ്ങും, അഭിഷേകത്തിൽ ആരംഭിക്കും, അഭിഷേകത്തിൽ അവസാനിപ്പിക്കും. ഇന്ന് എത്ര പാട്ടുപാടിയ അഭിഷേകമുണ്ട്! ഹല്ലേലൂയ! പാടുന്നവർക്കോ പാടിക്കുന്നവർക്കോ
പാടുവാൻ കൂടുന്നൊക്കെ ഒന്നുമില്ലാത്ത അവസ്ഥ. ഇന്ന് മുഴുവൻ മീഡിയാസിലായി. കോവിഡ് കാലം വന്നപ്പോൾ അനേകരി ആരാധനയും സൃഷ്ടിച്ചു പോയി. ആരാധ്യനായ ദൈവത്തെ മറന്നുകൊണ്ട് മാറിപ്പോകുന്ന കാലഘട്ടം. ദൈവമക്കളെ, ആത്മീകം ഒരു ബിസിനസ് ചാർക്കായി കച്ചവടമാക്കി മാറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ലോകം മാറി. ലവോദിക്ക കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ യേശു ഏറ്റവും വെറുത്ത കാലഘട്ടമാണത്. ഏറ്റവും വെറുത്ത കാലഘട്ടം. ഒന്നുകിൽ ശീതവാൻ അല്ലെങ്കിൽ ഉഷ്ണവാൻ. ഇത് രണ്ടുമല്ലാത്തൊരു കാലഘട്ടം. ശീതോഷ്ണവാനായ കാലഘട്ടം. ജലസഭയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആ കാര്യം നിങ്ങളെ കൂടുതൽ പഠിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുക. സമയം വളരെ മുൻപോട്ട് പോയതുകൊണ്ട് ഇനി ഇതിന്റെ ആശയം മുൻപോട്ട് ഇടുവാൻ എനിക്ക് ആഗ്രഹമില്ല. ഇപ്പോൾ അവസാനിപ്പിച്ചേ പറ്റൂ. കാരണം 7 മണിക്ക് തുടങ്ങിയതാ. സമയം മുൻപോട്ട് പോകുന്നു. ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. ഇതിന് തുടർച്ചയായ ചിന്ത കർത്താവ് അനുവദിച്ചാൽ അടുത്ത ശനിയാഴ്ച നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഇന്ന് രാത്രി കുഞ്ഞെ, ഞാൻ ഓർപ്പിച്ച 7 സഭയിൽ നീ ഏത് സഭയിൽപ്പെട്ടതാ? ഞാൻ കൊതിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും ഞാനും നിങ്ങളും ആ ഫിലദൽഫിയ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാകണം. ആ കാലഘട്ടത്തെ കുറിച്ച് വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സഭ പീരീഡാണ്. അത് സഭയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചതല്ല. അവിടെ വായിക്കുന്ന ഇങ്ങനെയാ: ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുമുള്ളവരുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ചെയ്തവൻ അരുളി ചെയ്യുന്നത്, നീ ഒരു ദൈവ കുഞ്ഞാണെങ്കിൽ, ദൈവ സ്നേഹമുള്ളവനാണെങ്കിൽ, ഹല്ലേലൂയ, ഒരു മുത്തായി മാറി നിന്റെ ജീവിതം കൊടുത്താൽ നിന്റെ മുൻപിൽ ദൈവം ചില വാതിലുകൾ തുറക്കാൻ പോകുക. ഇന്നലെ വരെ അടച്ച ആ വാതിലുകൾ ഇന്ന് നിന്റെ മുൻപിൽ ദൈവം തുറക്കാൻ പോകുക. നിന്റെ ജീവിതത്തിൽ അടഞ്ഞ വാതിലുണ്ടോ? പ്രതീക്ഷിച്ച പലതും നഷ്ടമായി ഇനി എന്തിനെന്ന ചിന്തയിൽ വേദനിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി ദൈവസ്നേഹത്തിൽ പറയട്ടെ, അടഞ്ഞ വാതിൽ അവൻ തുറക്കും. മനുഷ്യനടച്ചാൽ മനുഷ്യന് തുറക്കാം. മനുഷ്യൻ തുറന്നാൽ മനുഷ്യനെ അടയ്ക്കാം. എന്നാൽ ദൈവം തുറന്നാൽ ഒരു മനുഷ്യനും അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം അടച്ചാൽ ഒരു മനുഷ്യനും തുറക്കാൻ പറ്റില്ല. നിന്റെ മുൻപിൽ പല വാതിൽ മനുഷ്യർ അടച്ചു. നിന്റെ മുൻപിൽ പല വാതിൽ പിശാചടച്ചു. എന്നാൽ ഇന്ന് രാത്രി ദുഷ്ടനടച്ച ആ വാതിൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി അനുകൂലമായി തുറക്കാൻ പോകുക. ദൈവം തുറന്നാൽ പിന്നെ ദുഷ്ടന്റെ വാതിൽ അടയ്ക്കുവാൻ കഴിയത്തില്ല. നന്മയുടെ വാതിൽ ദുഷ്ടനടച്ചോ? പ്രതീക്ഷയുടെ വാതിൽ ദുഷ്ടനടച്ചോ? സ്നേഹത്തിന്റെ വാതിൽ ദുഷ്ടൻ അടച്ചു മാറ്റിയോ? ഐക്യത വാതിൽ ദുഷ്ടൻ അടച്ചു മാറ്റിയോ? സൗഭാഗ്യത്തിന്റെ വാതിൽ ദുഷ്ടൻ അടച്ചു മാറ്റിയോ? തലമുറയുടെ നന്മയുടെ വാതിൽ ദുഷ്ടൻ അടച്ചു മാറ്റിയോ? ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, നിന്റെ ദേശത്തിന് വേണ്ടി, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി ചില വാതിൽ അവൻ തുറക്കാൻ പോകുക. ഇന്ന് രാത്രി ആ തുറക്കപ്പെട്ട വാതിൽ കണ്ടുകൊണ്ട് പറ, ദൈവമേ, അങ്ങ് എനിക്ക് വേണ്ടി തുറന്ന വാതിലായി അങ്ങക്ക് നന്ദി. അതാ നിങ്ങൾ പാടിയത്. പ്രാണപ്രിയ, ചങ്കിലെ ചോര കൊണ്ട് എന്നെ വീണ്ടെടുത്തവനെ, ഇന്ന് രാത്രി ആ വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുപ്പ് വില നമുക്ക് വേണ്ടി തന്നുവെങ്കിൽ ആ മുഖത്തേക്ക് നോക്കാം, സന്തോഷിക്കാം, ആനന്ദിക്കാം, അനുഗ്രഹിക്കപ്പെടാം. എങ്കിൽ ചേർന്ന് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രി നിങ്ങൾ ഒരുമിച്ച് അങ്ങേ പാടുവാൻ, അങ്ങനെ വളരെ ചിന്തിപ്പാൻ അവിടുന്ന് അവസരമൊരുക്കിയല്ലോ. വോയിസ് ഓഫ് പ്രൈസ് 2020 എന്ന ഈ അനുഗ്രഹീത ഫേസ്ബുക്ക് ഗ്രൂപ്പിനെയും ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരെയും ഗ്രൂപ്പിലെ എല്ലാ അഡ്മിന്മാരെയും എല്ലാ മോഡറേറ്റർമാരെയും എല്ലാ അംഗങ്ങളെയും ഞങ്ങളുടെ ഗ്രൂപ്പിൽ പ്രോഗ്രാം
കാണുന്നവരെയും ഷെയർ ചെയ്യുന്നവരെയും കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കേട്ട വചനം പോലെ ഇന്ന് രാത്രി ചില വാതിലുകൾ തന്റെ മക്കൾക്ക് വേണ്ടി തുറക്കണമേ. അനുഗ്രഹിക്കണം, നന്മയിൽ പൊതിയണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. വാത്സല്യ ദൈവമക്കളെ, ഇന്ന് രാത്രി നിങ്ങളോട് കൂടെ ചില പാട്ടുകളായി കർത്താവിന്റെ വചനമായി ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ കർത്താവ് ഇടയാക്കി. ഇതുവരെയും ഞങ്ങളെ ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി, 1000 നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു. നാളെ രാത്രി 7:30 മുതൽ ബോബസ് അവറുകൾ നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഫാമിലി പ്രോഗ്രാം കുമാരദാസ് ആൻഡ് ഫാമിലി നമ്മുടെ ഗ്രൂപ്പിൽ ലൈവായി നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ആ പ്രോഗ്രാമിൽ സംബന്ധിക്കുക. എല്ലാ ദിവസവും നടക്കുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. തിങ്കളാഴ്ച രാത്രി 7:30 മുതൽ 7:30 മുതൽ പ്രിയന്റെ തോട്ടം എന്ന അനുഗ്രഹീത ഫേസ്ബുക്ക് ഗ്രൂപ്പിലെ ശക്തിയായി ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസി കർത്താവിൽ പ്രിയപ്പെട്ട എലിസബത്ത് ജോമോൻ, അനുഗ്രഹീത പ്രഭാഷക, ആയിരങ്ങളെ കർത്താവിലേക്ക് നയിക്കുവാൻ ഈ നാളുകളിൽ ഉപയോഗിക്കുന്ന ദൈവദാസി നമ്മുടെ ഗ്രൂപ്പിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസ പ്രോഗ്രാമുകളും ശ്രദ്ധിക്കൂ, വീക്ഷിക്കൂ. ദൈവം നമ്മെ അനുഗ്രഹിച്ച് കാക്കട്ടെ. വീണ്ടും കാണുമ്പോഴേയും ചിറകടിയിൽ ദൈവം നമ്മെ മറയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഏവർക്കും വന്ദനം. നന്ദി, നന്ദി, നന്ദി.